ആലപ്പുഴയുടെ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലായിട്ട് തെളിഞ്ഞു വരുന്ന ആ ചിത്രങ്ങൾ പല ചുമരുകളിലും തെയ്യവും കഥകളിയും രൂപം കൊള്ളുമ്പോൾ ആരാണ് അതിന് പിന്നിലുള്ള ആ ഒരു കൈകൾ എന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആ കലാകാരനാണ് കേട്ടോ. അയ്യോ സോറി, കലാകാരൻ മാത്രല്ല, കൂടെ മൂപ്പരാളുടെ ഭാര്യയും തുണക്കിണ്ട് കേട്ടോ. എന്റെ പേര് രാജീവ് പീതാംബരൻ. ചേർത്തലയാണ് സ്വദേശം. നമ്മളൊരു 10-20 വർഷമായിട്ട് പ്രൊഫഷൻ ആർട്ടിസ്റ്റ് ആണ്. മെയിൻലി റിയലിസ്റ്റിക് പെയിന്റിങ്ങുകളൊക്കെയാണ് ചെയ്യുന്നത്. ഓയിൽ പെയിന്റ് ചെയ്യുന്നുണ്ട്, ആക്രിലിക്, പിന്നെ ഇപ്പൊ സ്പെഷ്യലായിട്ട് വോളിൽ ചെയ്യുന്നുണ്ട്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ വർക്ക് കുറെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആലപ്പുഴയില് ഞങ്ങൾ അവിടെ ബ്യൂട്ടിഫിക്കേഷന്റെ കൂടി ഭാഗമാണ്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ സ്വച്ഛ സർവേഷന്റെ ഒരു വർക്കാണെങ്കിൽ കൂടിയും ബ്യൂട്ടിഫിക്കേഷൻ കൂടിയാണ്, സൗന്ദര്യവൽക്കരണം ആലപ്പുഴയുടെ. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് തെയ്യം, അങ്ങനെ കേരളത്തിന്റെ കലാരൂപങ്ങൾ, തെയ്യം, കഥകളി, അങ്ങനെ മോഹിനിയാട്ടം, അങ്ങനെ കുറെ വർക്കുകൾ, വള്ളംകളി, പിന്നെ ആലപ്പുഴയുടെ ആയി നമ്മൾ പുറം നാടുകളിൽ അറിയപ്പെടുന്ന ഹൗസ് ബോട്ട്, അതൊക്കെയാണ് നമ്മൾ മെയിൻലി അവിടെ ഇപ്പോൾ വരച്ചോണ്ടിരിക്കുന്നത്. എന്റെ പേര് സുബിത റാണി, രാജീവ് പിതാംബരന്റെ വൈഫാണ്. ഞാനും 15 വർഷമായിട്ട് രണ്ടൊപ്പം കൂടി എല്ലാ വർക്കിനും നമ്മൾ കൂടെ പോവാണ്. വരയ്ക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പം അങ്ങനെ എവിടെ പോയാലും ഇപ്പൊ ഞാനും ഒപ്പം പോവും. ഇപ്പൊ എന്റെ പ്രൊഫഷനും ഇതാക്കി മാറ്റിയേക്കുവാണ്. സന്തോഷമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പോവാം, ഒരുപാട് പേര് പരിചയപ്പെടാം, പിന്നെ ഒത്തിരി നമ്മളോരോ വർക്ക് ചെയ്യുമ്പോൾ നല്ല അപ്രീസിയേഷൻ, ഇതൊക്കെയാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷത്തോടെ ക്ലബ് എഫ്എമ്മിലേക്ക് ഒരു വലിയ വെൽക്കം ഉണ്ട്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്നലെയാണ് ഞാൻ ബീച്ച് പരിസരത്ത് പോയപ്പോഴാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് കണ്ടത്. അങ്ങനെയാണ് എന്റെ ഫോക്കസ് നിങ്ങളിലേക്ക് വന്നത് തന്നെ. സോ അതെ, അപ്പോ മെയിൻ ഹൈലൈറ്റ് അവിടുത്തെ ബീച്ചാണല്ലോ. അപ്പൊ അവിടെ തന്നെ നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്, വലിയൊരു സ്റ്റേജാണ്. അപ്പൊ അവിടെ സ്റ്റേജിൽ ഇങ്ങനെ ഒരു പെയിന്റിങ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു തെയ്യമാണ്, തെയ്യത്തും കലാരൂപമാണ്. അത് ഭയങ്കര വൈബ്രന്റ് കളറാണല്ലോ തെയ്യം എന്ന് പറയുന്നത്, റെഡും യെല്ലോ ഒക്കെ വെച്ചിട്ട്. അപ്പൊ അതവിടെ നമ്മള് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പല ഡിസൈനൊക്കെ ചേർത്ത് തെയ്യത്തിന്റെ കുറെ പല ഡിസൈൻ, എക്സാക്ട് അല്ല എന്നാലും കുറെ ഡിസൈനൊക്കെ തെയ്യത്തിന്റെ എല്ലാം കൂട്ടിച്ചേർത്ത് വരച്ചൊരു പടമാണ്. ഭയങ്കരമായിട്ട് എല്ലാരും ഇഷ്ടപ്പെടുന്നതിന് സന്തോഷമുണ്ട്. KSRTC സ്റ്റാൻഡിൽ ഒരു കഥകളി രൂപം കൂടി ഉണ്ടല്ലേ? അതെ, KSRTC സ്റ്റാൻഡില് അത് 28 അടി ഉണ്ട് അതിന്റെ നീളം. ആലപ്പുഴ KSRTC സ്റ്റാൻഡില് അവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അതിന്റെ ബോളിലാണ് നമ്മൾ ചെയ്തത്. അതും കുറെ ടൈം എടുത്ത് ചെയ്താ. അത് കഥകളി വരയ്ക്കുന്നത് കൂടുതലും കലാമണ്ഡലം ഗോപിയാശാന്റെ. അപ്പൊ അത് അവിടെ നന്നായിട്ട് വരയ്ക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആർട്ട് വർക്കില് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ആൾക്കാർക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെ തീർച്ചയായും. സെൽഫ് ടോട്ട് ആണ്, ഞാൻ പോയി പഠിച്ചിട്ടൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ വർഷങ്ങളായിട്ടുള്ള ചെയ്തുള്ള ഒരു പരിചയം. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി പ്രൊഫഷൻ ആക്കി. ഇത് തന്നെയാണ് എനിക്ക് കുറച്ചുകൂടി താല്പര്യം. കമ്പ്യൂട്ടറിനേക്കാൾ കൂടുതൽ കൈകൊണ്ട് വരയ്ക്കുന്നതായിരുന്നു. ഓക്കെ, അടിപൊളി. കേരളത്തിന്റെ കംപ്ലീറ്റ് ഉള്ള ഒരു ബ്യൂട്ടിഫിക്കേഷന്റെ ഒരു ഭാഗമാകാൻ പറ്റട്ടെ ഉറപ്പായിട്ടും. പറഞ്ഞ ആലപ്പുഴയിലും ചേർത്തലയിലും ഒതുങ്ങി നിൽക്കാതെ കുറച്ചും കൂടി വൈഡായിട്ട് നിങ്ങളുടെ ആ ഒരു ആർട്ടിനെ കൊണ്ടുവരാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ആ കാര്യത്തിലെ ട്വിസ്റ്റ് അതാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സെൽഫ് ടോട്ടഡ് ആണ്. ചിത്രം വരെ എങ്ങനെയാണ് സെൽഫ് ടോട്ടഡ് ആവുന്നതെന്ന് എനിക്ക് ഇതുവരെയും ഐഡിയ കിട്ടിയിട്ടില്ല. ഞാനൊക്കെ പണ്ട് ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുമ്പോഴും അത് വേറെന്തെങ്കിലും ആയി മാറുകയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആലപ്പുഴയിലെ ബീച്ച് സൈഡിലെയും അതേപോലെ തന്നെ ഈ KSRTC സ്റ്റാൻഡിലെയും പിക്ചർ പോയി നോക്കിക്കഴിഞ്ഞാൽ സെൽഫ് ടോട്ടഡ് ആണെന്ന് ആരും പറയില്ല എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അതാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. സ്റ്റേ ട്യൂൺ. ക്ലബ് FM 104.8 കൂടെയുള്ളത് അനഘയാണ് കേട്ടോ.